ഹായ് ഫ്രണ്ട്സ്, ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു മാങ്ങ കറിയല്ല, മാങ്ങ അച്ചാർ ഉണ്ടാക്കണം. സിമ്പിളായിട്ടൊരു മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പം മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. മാങ്ങയൊക്കെ അരിഞ്ഞിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിന് വേണ്ടി സാധനങ്ങളും മുളക് പൊടി വേണം, എരിവില്ലാത്ത മുളക് പൊടി, പിന്നെ ഇച്ചിരി എരിവുള്ള മുളക് പൊടി, അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്. എരിവുള്ള മുളക് പൊടി, പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി ഉലുവാപ്പൊടി, ഇച്ചിരി കായപ്പൊടി. കായൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എന്തോരം വേണമെന്ന് വെച്ചാൽ അത്രയും ചേർക്കാം. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യാം. ഞാൻ ആദ്യം ഇവിടെ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. പക്ഷേ എനിക്കത് അത്ര ഇതായിട്ട് തോന്നില്ല. എനിക്ക് കൈ വെച്ച് മിക്സ് ചെയ്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് എന്ന് തോന്നണം. പിന്നെ ഒരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നിങ്ങൾക്ക് വേണമെങ്കിൽ അച്ചാർ പൊടി ചേർക്കാം. ഇവിടെ അച്ചാർ പൊടി ചേർക്കില്ല. അച്ചാർ പൊടി ചേർക്കാതെ ഉണ്ടാക്കാറാണ് പതിവ്. അമ്മച്ചി അച്ചാർ പൊടി പൊതുവായിട്ട് ചേർക്കില്ല. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണോ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നണം അങ്ങനെ അച്ചാർ പൊടി ചേർക്കാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇങ്ങനെ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു. വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് പറഞ്ഞ് എടുക്കുമ്പോൾ മിക്കവാറും ഇത് ഷോർട്ട് വീഡിയോ ആയിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് വരുമോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കണമെന്ന് പറഞ്ഞാൽ മിക്സ് ചെയ്യണം. ഞാൻ മിക്സിങ് എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് അച്ചാലും പുച്ചാലും എത്രയും നന്നായിട്ട് ആക്കാൻ പറ്റുമോ അത്രയും നന്നായിട്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മുഖമൊക്കെ കാണിക്കുന്നുണ്ട്. മുഖമൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, ആകെ അലങ്കോലമായിട്ടിരിക്കുക. അച്ചാർ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഞാനിങ്ങനെ ആക്കിയത് കൊണ്ട് പറയണില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് ഇന്ന് കഴിച്ചാലും നല്ല ടേസ്റ്റാണ്, നാളെ കഴിച്ചാലും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ.